പതിറ്റാണ്ടുകളായി ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്. നല്ല ലിറ്ററസി റേറ്റും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിക്കുമൊക്കെ പേര് കേട്ടതാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്ന നിലയിൽ അത്ര പേര് കേട്ട ഒരിടമായിട്ട് ഒരിക്കലും കേരളം ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ ഈ കാണുന്ന പ്രകൃതി ഭംഗിക്ക് പിന്നിലും കേരളം ഒരു വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിലേക്ക് പതുക്കെ തയ്യാറെടുക്കുകയാണ്. പുതിയൊരു ഗവൺമെന്റും പുതിയൊരു മിഷനും ഒക്കെ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി പവർ ഹൗസ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമവും കൂടി മുന്നിലേക്ക് വരാൻ പോകുന്നു. 2026-27 സ്റ്റേറ്റ് ബഡ്ജറ്റിൽ ഇതിന്റെ ഒരു സൂചനകൾ നമ്മൾ കണ്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാനും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രോത്സാഹിപ്പിക്കാനും വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടിയ ഒരു പുതിയ എക്കണോമിക് ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് കേരളം ചിന്തിക്കുന്നത്. ഒരു മാറ്റത്തിന് ഊർജ്ജം കൊടുക്കുന്നതിന് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പോലെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളാണ്. ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് സീനിൽ തന്നെ ഒരു വിപ്ലവം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഡീപ് സീ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് വിഴിഞ്ഞം. ഇതിന്റെ കൂടെ മേക്ക് ഇൻ കേരള പോലെയുള്ള സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സും ഇലക്ട്രോണിക്, ലൈഫ് സയൻസ്, റിന്യൂവബിൾ എനർജി പോലെയുള്ള സെക്ടറുകളിൽ ഹൈ വാല്യൂ ഇൻഡസ്ട്രീസിനെയും ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സിനെയും ആകർഷിക്കാൻ ഡിസൈൻ ചെയ്ത പോളിസികളും ഇതിന് പിന്നിലുണ്ട്. 2026 കേന്ദ്ര ബഡ്ജറ്റും ഗ്ലോബൽ ട്രേഡ് പോളിസികളിലെ മാറ്റങ്ങളും സ്വാധീനിച്ച ഒരു മാർക്കറ്റിൽ കമ്പനികൾ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ചില കമ്പനികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്.